കൊങ്കണി ട്രഡീഷണൽ സ്വീറ്റ് റെസിപ്പി ആയിട്ടുള്ള സക്രോളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയല്ലേ. ഇതിന് വേണ്ടിയിട്ട് 250 ml ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിൽ 1 കപ്പ് മൈദയും 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മാറ്റി വെക്കുക. അപ്പോഴേക്കും ശർക്കരയൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ആ ശർക്കര വെള്ളം ചൂടാറിയതിന് ശേഷം ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു 10 മിനിറ്റോളം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. 2 മണിക്കൂറിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 2-3 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒഴിച്ചിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലേ ഈ ഒരു സ്നാക്സിന് നമ്മൾ വിചാരിച്ച ഒരു ഷേപ്പ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ആ ഒരു ഷേപ്പ് വരുന്നില്ലെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് ഒരു അപ്പച്ചട്ടിയിലേക്ക് ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഈ ബാറ്ററിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല ചൂടുള്ള എണ്ണ അതിൻ്റെ മുകളിലേക്കൊന്ന് കോരി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കുക്കായി കിട്ടും. എന്നിട്ട് ആ എണ്ണയിൽ നിന്നൊന്ന് എടുത്തിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.